ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വരുന്നതായി വേല കോർഡിനേഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ വേല അതിവിപുലമായ പരിപാടികളോട് കൂടിയാണ് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മാർച്ച് 22-ാം തീയതിയാണ് വേല വരുന്നത്. നമ്മളതിൻ്റെ ചടങ്ങുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കുംഭം 1-ാം തീയതി വെടിപൊട്ടുന്നതോടുകൂടി വേലയോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളെല്ലാം വിപുലമായി തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കങ്ങളും ഒക്കെയാണ് വേലയോടനുബന്ധിച്ചിട്ട് കോർഡിനേഷൻ കമ്മിറ്റികളും നേതൃത്വത്തിലും ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും നമ്മുടെ ദേശത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ കുറച്ച് നേരത്തെ ബഹുമാനപ്പെട്ട MP-യുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ MLA-യുടെയും MP-യുടെയും MLA-യുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥതല യോഗം ചേരുകയും വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് യോഗം പിരിഞ്ഞുള്ളൂ. അങ്ങനെ വേല ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരുക്കങ്ങളാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ദേശ കമ്മിറ്റികളുടെയും നേതൃത്വം നടക്കുന്നത്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനും ദേശത്തുള്ള ആളുകളെ അത് അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം ഇപ്പോൾ വിളിച്ചു ചേർത്തത്. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വരുന്നതായി വേല കോർഡിനേഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ PK, ചേലക്കര ദേശം സെക്രട്ടറി TA കേശവൻകുട്ടി, കൺവീനർ ഹരിനാരായണൻ M, കുറുമല ദേശം പ്രസിഡന്റ് ഗോപൻ നമ്പ്യാർ, വെങ്ങാനല്ലൂർ ദേശം പ്രസിഡന്റ് ജിതേഷ് കാളത്ത്, കുറുമല ദേശം സെക്രട്ടറി കൃഷ്ണൻകുട്ടി, പങ്ങാരപ്പള്ളി ദേശം പ്രസിഡന്റ് PK സുനിൽ, തോന്നൂർക്കര ദേശം പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്ത തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സാധാരണ എല്ലാവർക്കും ഈ വേല എന്ന് പറഞ്ഞാൽ 22-23 മാത്രമാണ് എന്നുള്ളൊരു വിചാരമാണ് ജനങ്ങൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും. പക്ഷെ വേല എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാസത്തെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചടങ്ങുകളും ആചാരങ്ങളുടെ ഭാഗമായി അവസാനം വരുന്ന ഇതാണ് 22-23 വരുന്നത്. അപ്പോൾ ഈ വേലയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ കുംഭം 1 വെടിപൊട്ടുക എന്നുള്ള ചടങ്ങോട് കൂടിയിട്ടാണ്. അതായത് ഫെബ്രുവരി 13 ഈ വെടിപൊട്ടുക എന്ന് പറഞ്ഞാൽ അതോട് കൂടിയിട്ടാണ് വേലയുടെ ആഘോഷങ്ങൾ ചടങ്ങുകൾ തുടങ്ങുന്നത്. കുംഭം 1 വെടിപൊട്ടും. അതിൻ്റെ 15-ാം തീയതി, അതായത് ഫെബ്രുവരി 15-നാണ് തിരുമുറ്റക്കളം കിളയ്ക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതായത് 6ാം കളത്തിന് വേണ്ടിയിട്ട് അത് ഒരുക്കുക എന്നുള്ളത്. 16-ന് പന്തൽക്കാൽ നാട്ടൽ ചടങ്ങുണ്ട്. അതിൻ്റെ ആൾക്കാർ വന്നിട്ട് അതിന് ഓരോരുത്തർക്കും ഒരു സ്ഥാനങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. അവർ വന്നിട്ട് ആചാര്യന്മാർ അവർ വന്ന് പന്തൽക്കാൽ നാട്ടൽ ചടങ്ങ്. 16-ാം തീയതി പുല്ലിന് പോക്ക് എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. 17-ാം തീയതി പുല്ല് വേല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട്. 18-ന് പാറിന് പോവാന്ന് പറഞ്ഞൊരു ചടങ്ങ്. 19-ാം തീയതി പാറുവേല എന്ന് പറഞ്ഞ ചടങ്ങ്. അതിനുശേഷം 19-ാം തീയതി തന്നെ വേലയുടെ ഭാഗമായി പങ്ങാരപ്പള്ളി ദേശത്ത് നിന്ന് പറയെടുപ്പിൻ്റെ ഇത് ആരംഭിക്കും. പിന്നെ പങ്ങാരപ്പള്ളി ദേശം, കുറുമല, തോന്നൂർക്കര, ചേലക്കര, വെങ്ങാലൂർ എന്ന് പറഞ്ഞ് വെങ്ങാലൂർ എനിക്ക് തോന്നുന്നു ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. അങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. ഇനിയിപ്പോൾ മീനം 1-ന് ശനിയാഴ്ച മുതൽ വേല കൂറയിട്ട് കഴിഞ്ഞാൽ ബാക്കി ഞായറാഴ്ച മുതൽ 5 ദേശക്കാരുടെയും ഓരോ കലാപരിപാടികളും കാര്യങ്ങളും അമ്പലത്തിൽ നടക്കുന്നുണ്ട്. അത് 5 ദേശക്കാർ എന്തൊക്കെ പരിപാടിയെന്ന് അതാത് ദേശക്കാർ പ്രസിഡന്റുമാർ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഒരു വലിയൊരു സംവിധാനമാണ്. അതുമാതിരി 22-ാം തീയതി വേല, 23-ാം തീയതി കൂറ വലിക്കുക എന്ന് പറയും. ഈ കാളിന്താരികൾ ചടങ്ങിൻ്റെ കൂറ വലിക്കലോട് കൂടിയിട്ട് വേലയുടെ ഇത് കഴിഞ്ഞു. പിന്നത്തെ ആഴ്ച കൈത്തേങ്ങ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ വേല നടത്തിപ്പുമായി എല്ലാവർക്കും ഒരു ദേവസ്വത്തിൻ്റെ ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ ഒരു കൈത്തേങ്ങ എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇത് കൊടുക്കണം. അതോടുകൂടിയിട്ടാണ് ഈ ഇത് കഴിയുക. അതിനോട് ഒപ്പം തന്നെ പിന്നെ ചൊവ്വാക്കാവിൽ ഇതിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ കൂത്തുംപാനിയും കൂറയുള്ള അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. അപ്പോൾ ഒരു 1.5 മാസത്തെ വലിയൊരു ചടങ്ങാണിത്. സാധാരണക്കാരും അല്ലെങ്കിൽ ആൾക്കാർക്കും ഈ 22-23 മാത്രം കാണുന്നതുമാണ്. പക്ഷേ വലിയൊരു ചടങ്ങാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇക്കൊല്ലം വേല എല്ലാവരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നല്ല രീതിയിൽ നടത്താൻ എല്ലാ ദേശവാസികളും, പിന്നെ നമുക്ക് ഈ ദേശവാസികളോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ നാടിനെ കാണാൻ അല്ലെങ്കിൽ ചേലക്കരയെ കാണാൻ വേണ്ടി പുറമേ നിന്ന് കുറേ ആൾക്കാർ വരും.
നമ്മളെങ്ങനെയാണോ അവരെ സ്വീകരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വേലയുടെ പ്രശസ്തി പോകുക. അപ്പോൾ നമ്മളാൽ കഴിയുന്ന, ദേശവാസികൾക്ക് കഴിയുന്ന രീതിയിൽ അതിഥികളെ സൽക്കരിക്കാൻ, മീൻസ് അവർക്ക് വേണ്ട വേറൊന്നും ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഒരു നിങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ വീടുകളിൽ വഴിയിൽ ലൈറ്റ് കുറവാണെങ്കിൽ ഒരു ബൾബ് ട്യൂബ് എന്തെങ്കിലും പുറത്തേക്ക് ഇട്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്, ചെറിയ വഴികളാണ്. അങ്ങനെ ജനങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവരാൽ കഴിയുന്ന രീതിയിൽ വേല എങ്ങനെ നന്നാക്കാമെന്നുള്ളതിനെക്കുറിച്ചും കൂടെ ജനങ്ങളും എല്ലാവരും വിചാരിച്ചാൽ നമുക്ക് ഈ വേല അതിഗംഭീരമായി നടത്താൻ പറ്റും. ബാക്കി ആദ്യത്തെ വരുന്നത് ഞായറാഴ്ച പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെയാണ് ചുറ്റുവിളക്ക് അന്തിവാളങ്കാവിൽ. ശനിയാഴ്ച ഉണ്ട് അല്ലേ? അപ്പോൾ പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെയാണ് അവിടെ ചുറ്റുവിളക്ക് ആദ്യം വരുന്നത്. പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെ പ്രസിഡൻറ്റ് അവരുടെ ചടങ്ങുകൾ എന്താണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേലക്കരയുടെയാണ്, വെങ്ങാലൂർ, തോന്നൂർക്കര, അങ്ങനെയാണ് ഓരോ ദിവസമാണ് വരിക. CCV ന്യൂസ് ചേലക്കര.